ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ജാവയിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. പ്രീവിയസ് വീഡിയോസിൽ ജാവയുടെ ടോക്കൺസും അതുപോലെ ഡേറ്റ ടൈപ്സ്, വേരിയബിൾസ്, കമൻറ്റ്സ് എങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ തിയററ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ജാവ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും നല്ലപോലെ ക്ലിയർ ആയിട്ട് വേണം നെക്സ്റ്റ് സെക്ഷൻസിൽ എൻ്റെ വീഡിയോസ് കാണാൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ ജാവയുടെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ ജാവ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക്കലി ഒരു പ്രോഗ്രാം, ഒരു ജാവ കോഡ് എഴുതുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെദർ ഇറ്റ് ക്യാൻ ബി എ ഇൻഡിജർ നമ്പർ, എ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, ഇറ്റ് ക്യാൻ ബി എ ക്യാരക്ടർ, എ സ്ട്രിങ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം അല്ലേ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേത് ഔട്ട്പുട്ടാണെങ്കിലും എങ്ങനെ നമുക്ക് കൺസോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ജാവയിൽ എങ്ങനെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ജാവയിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ 3 ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രിന്റ് ln ഫംഗ്ഷൻ, പ്രിന്റ് ഫംഗ്ഷൻ, പ്രിന്റ് എഫ് ഫംഗ്ഷൻ. അപ്പോൾ ഈ 3 ഫംഗ്ഷൻസ് യൂസ് ചെയ്താണ് ജാവ പ്രോഗ്രാമിങ്ങിലെ ഔട്ട്പുട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാറുള്ളത്. ഈ 3 ഫംഗ്ഷനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ മനസ്സിലാക്കി ആ കറസ്പോണ്ടിങ് സിറ്റുവേഷൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇതിൽ ബേസിക്കലി പ്രിന്റ് ln ആൻഡ് പ്രിന്റ് ഫംഗ്ഷൻ, ഈ ആദ്യം എഴുതിയിരിക്കുന്ന 2 ഫംഗ്ഷനും ഓൾമോസ്റ്റ് സെയിം വർക്കിംഗ് തന്നെയാണ്. ഒരു ചെറിയ ബേസിക് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്രിന്റ് ln ഈ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ക്ലോസിംഗ് ചെയ്തിരിക്കുന്നതിന് ആക്ച്വലി ഫംഗ്ഷൻ എന്നാണ് വായിക്കാൻ. ഓൾറെഡി C++ ലാംഗ്വേജ് പഠിച്ചവർക്ക് അത് അറിയാമായിരിക്കും, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിന്റ് ln ഫംഗ്ഷൻ. ln മീൻസ് ലൈൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ln. പ്രിന്റ് ലൈൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ പ്രിന്റ് ln ഫംഗ്ഷൻ, രണ്ടാമത്തത് സിംപ്ലി പ്രിന്റ് ഫംഗ്ഷൻ, മൂന്നാമത്തത് പ്രിന്റ് എഫ് ഫംഗ്ഷൻ. PRINT പ്രിന്റിനോട് ഒപ്പം ഒരു എഫും കൂടെ വരും, പ്രിന്റ് എഫ് ഫംഗ്ഷൻ. ഇതിലെ പ്രിന്റ് എഫ് എന്ന ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി C ലാംഗ്വേജ് പഠിച്ചവർക്ക് നല്ലപോലെ അറിയാമായിരിക്കും. C ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സെയിം പ്രിന്റ് എഫ് ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും. Printf is a displaying function that provides string formatting. നമ്മൾ C++ലെ ബേസിക് ഫോർമാറ്റിങ്ങിന് വേണ്ടി സ്ട്രിംഗ് ഫോർമാറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സെയിം ഫംഗ്ഷൻ തന്നെയാണ് പ്രിന്റ് ഫംഗ്ഷനും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു C പ്രോഗ്രാമിംഗ് എന്ന സെക്ഷനിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്, കൺസോൾ IO ഫംഗ്ഷൻ എന്ന വീഡിയോ എല്ലാവരും റെഫർ ചെയ്യുക. അതിൽ പ്രിന്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ട്. പ്രിന്റ് ln ആൻഡ് പ്രിന്റ് ഫംഗ്ഷന്റെ ഡിഫറൻസ്, 2 ഫംഗ്ഷൻസും ജാവ പ്രോഗ്രാമിംഗിലെ സ്ട്രിങ് പ്രിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ്. രണ്ടും സ്ട്രിങ്ങുകൾ, എന്തെങ്കിലും സ്ട്രിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രിന്റ് ln പ്രിന്റ് ഫംഗ്ഷനും. രണ്ടിനും ഓൾറെഡി പറഞ്ഞതുപോലെ ചെറിയൊരു ബേസിക് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്രിന്റ് ln എന്ന ഫംഗ്ഷനിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രിങ് കൊടുത്താൽ ആ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് കർസർ പോയിന്റ് ചെയ്ത് നിൽക്കും. ഒന്നുകൂടെ പറയാം, പ്രിന്റ് ln ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്താൽ ആ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ, അതായത് ആ പ്രിന്റ് ഫംഗ്ഷൻ എന്നുള്ള ആ ഒരു 2 റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഡബിൾ കോട്ട്സിനുള്ളിൽ ഒരു മെസ്സേജ് എഴുതും, ഒരു സ്ട്രിങ് എഴുതും. ആ സ്ട്രിങ് ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ആ കോഡ്സിന്റെ ഉള്ളിൽ എന്ത് സ്ട്രിങ് ആണോ എഴുതുന്നത് ആ സ്ട്രിങ് അതുപോലെ ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം കൺസോൾ സ്ക്രീനിലെ നെക്സ്റ്റ് ലൈനിലെ കഴ്സർ വന്ന് നിൽക്കും. ഇതാണ് പ്രിന്റ് lnൽ നടക്കുന്നത്. അതേസമയം പ്രിന്റ് ഫംഗ്ഷനിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്, ആ കോഡ്സിനുള്ളിൽ എന്താണോ പ്രിന്റ് ചെയ്യാൻ എഴുതുന്നത് ആ ഒരു മെസ്സേജ് അതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് ലൈനിലേക്ക് കഴ്സർ വരത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രിന്റ് ഫംഗ്ഷനിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഒരേ ലൈനിൽ സീരീസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റേ നെക്സ്റ്റ് ലൈനിലേക്ക് അത് വരത്തില്ല. അതാണ് രണ്ടിന്റെയും ബേസിക് ഡിഫറൻസ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, കാര്യം മനസ്സിലാവും. ഇവിടെ ABC എന്ന പേര് കൊടുത്തിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ക്ലാസ്സിന് ഞാൻ കൊടുത്ത പേര് ABC എന്നാണ്. ക്ലാസ് ABC അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്, ക്ലാസ് ABC. ക്ലാസ് ABCക്കുള്ളിൽ ഞാൻ എന്ത് ചെയ്തു, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ബ്രാക്കറ്റിനുള്ളിൽ സ്ട്രിംഗ് ARGS, അതായത് ആർഗ്യുമെന്റ്സ്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എല്ലാ ജാവ പ്രോഗ്രാമിനും ബേസിക് ആയിട്ട് എഴുതുന്നതാണ്. സോ അത് നമ്മൾ ഇപ്പൊ നോക്കണ്ട. ജാവ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ ഞാൻ അതിൽ ഓരോ ടേമായിട്ട് ഡിഫൈൻ ചെയ്ത് തരാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതിനുള്ളിൽ കേളി ബ്രാക്കറ്റിനുള്ളിലായിട്ട് ഞാൻ പ്രിന്റ് ln എന്ന ഫംഗ്ഷനും അതുപോലെ പ്രിന്റ് എന്ന ഫംഗ്ഷനും യൂസ് ചെയ്ത് ആപ്പിൾ മാംഗോ എന്നുള്ള
രണ്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിന്റ് ln എന്നുള്ള ഫംഗ്ഷൻ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്രിന്റ് എന്ന ഫംഗ്ഷൻ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം യൂസ് ചെയ്തത് അതിന്റെ വർക്കിംഗ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ഈ പ്രിന്റ് ln അല്ലെങ്കിൽ പ്രിന്റ് എന്നുള്ള 2 ഫംഗ്ഷൻ ഞാൻ എഴുതുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് എല്ലാ ലൈനിലും സെയിം തന്നെയാണ്. സിസ്റ്റം എന്നൊരു വേർഡും ഉണ്ട്, അതുപോലെ ഔട്ട് എന്നൊരു വേർഡും ഉണ്ട് ഇല്ലേ. എന്താണ് ഈ സിസ്റ്റം, എന്താണ് ഔട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. സിസ്റ്റം ഈസ് ആക്ച്വലി എ ക്ലാസ്. അപ്പോൾ നമുക്ക് ജാവയ്ക്കുള്ളിൽ ഇൻബിൽട്ട് ആയിട്ട് കുറെ ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ABC എന്നൊരു ക്ലാസ് എഴുതിയിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ അല്ലെങ്കിൽ പ്രോഗ്രാമർ എഴുതിയൊരു ക്ലാസ് ആണ്. അങ്ങനെയുള്ള ക്ലാസ്സിനെ യൂസർ ഡിഫൈൻ ക്ലാസ് എന്നാണ് പറയുന്നത്. അതേസമയം സിസ്റ്റം അതുപോലെ വേറെ ഒരുപാട് ഇൻപുട്ട് ഔട്ട്പുട്ടിനും അങ്ങനെയുള്ള ഓരോ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ജാവ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് അത്തരത്തിലൊരു ക്ലാസ് ആണ്. ഇപ്പോൾ C++ ലാംഗ്വേജ് പഠിച്ചവർക്ക് ഹെഡർ ഫയൽസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ഐഡിയ കാണും. ഹെഡർ ഫയൽ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവര് ഇൻട്രൊഡക്ഷൻ ടു സെയിം ചാനലിൽ ഇൻട്രൊഡക്ഷൻ ടു C പ്രോഗ്രാമിംഗ് എന്ന സെക്ഷനിലെ ഹെഡർ ഫയൽസ് എന്നുള്ള സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ മതി. ഹെഡർ ഫയൽസ് അറിയാം. അപ്പോൾ C++ പ്രോഗ്രാമിലെ ഹെഡർ ഫയൽ എന്ന് വെച്ചാൽ എന്താണോ അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ജാവയിൽ സിസ്റ്റം എന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് നമ്മൾ ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഹെഡർ ഫയലുകളിൽ ഒരു പെർട്ടിക്കുലർ കുറേ ഫംഗ്ഷൻസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഹെഡർ ഫയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡർ ഫയലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കറസ്പോണ്ടിങ് ഫംഗ്ഷൻസ് നമുക്ക് പ്രോഗ്രാമിൽ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേ ഉപയോഗം തന്നെയാണ് ക്ലാസ്സിനും. പ്രീ ഡിഫൈൻഡ് ക്ലാസ്സുകൾ ജാവയിൽ നിറയെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ജാവ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇമ്പോർട്ടിങ് എന്താണെന്നുള്ളത് ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ സിസ്റ്റം എന്നുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ സിസ്റ്റം എന്നുള്ള ക്ലാസ് ആക്ച്വലി ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ബേസിക് കോഡ് ആയതുകൊണ്ടാണ് അത് എഴുതാത്തത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് എഴുതിയിട്ടുണ്ട്, സിസ്റ്റം എന്ന ഒരു കീവേഡ് എഴുതിയിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ക്ലാസ് ആണ്. ദെൻ സിസ്റ്റം എന്നുള്ളതിന് ശേഷം ഡോട്ടിന് ശേഷം ഔട്ട് എന്നൊരു വാക്ക് കാണാം. ഔട്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് ആക്ച്വലി എ പബ്ലിക് സ്റ്റാറ്റിക് ഫീൽഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു അക്സെപ്റ്റ് ദ ഔട്ട്പുട്ട് ഡേറ്റ. അപ്പൊ ഔട്ട്പുട്ട് ഡേറ്റയെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പബ്ലിക് സ്റ്റാറ്റിക് ഫീൽഡിനെയാണ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോൾ ഒരു ജാവ പ്രോഗ്രാമിൽ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും കമ്പൽസറി ആയിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് എന്നുള്ളത്. അത് എഴുതാതെ നമുക്ക് ഒരു 3 ഫംഗ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്, പ്രിന്റ് ln, പ്രിന്റ്, printf. ജാവയിൽ 3 ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആണ് ഫംഗ്ഷൻസ്. ഈ 3 ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിലും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് സ്റ്റേറ്റ്മെന്റ് കമ്പൽസറി ആയിട്ട് എഴുതിയാലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. സോ പ്രിന്റ് ln അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ 2 ഫംഗ്ഷന് മുന്നേ ആയിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ സിസ്റ്റത്തിന്റെ എസ് എല്ലാത്തിലും ക്യാപിറ്റൽ ലെറ്റർ ആണ്, അപ്പർ കേസ് ലെറ്റർ ആണ്, കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln അല്ലെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്. അപ്പോൾ പ്രിന്റ് ln ഏത് ഫംഗ്ഷൻ ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്താലും അതിന് മുന്നേ ആയിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് എന്നുള്ളത് കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കണം. എന്ത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണം, കുറെ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രിന്റ് ln എന്നുള്ള 2 ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയം പ്രിന്റ് എന്നുള്ള 2 ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിന്റ് ln ആദ്യം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് lnല് 1 ആപ്പിൾ എന്നാണ് ഡബിൾ കോഡ്സിനുള്ളിൽ എഴുതിയിരിക്കുന്നത്. ഡബിൾ കോഡ്സിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രിന്റ് ln ഫംഗ്ഷനിൽ ഡബിൾ കോഡ്സിനുള്ളിൽ എന്ത് എഴുതുന്നു അതുപോലെ പ്രിന്റ് ആവും, നെക്സ്റ്റ് ന്യൂ ലൈനിലായിരിക്കും വരുന്നത്. പ്രിന്റ് എന്നുള്ള ഫംഗ്ഷനിൽ ഡബിൾ കോഡ്സിനുള്ളിൽ അല്ലെങ്കിൽ കോഡ്സിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതുപോലെ നെക്സ്റ്റ് ലൈൻ അല്ലാതെ ഒറ്റ ലൈനിൽ തന്നെ പ്രിന്റ് ആവും. അതാണ് രണ്ടിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിന്റ് ln ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്തു. അപ്പൊ എന്ത് പറ്റും, ഡബിൾ കോഡ്സിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതുപോലെ ഔട്ട്പുട്ട് സ്ക്രീനിൽ വരും. അപ്പോൾ 1 ഇട്ടിട്ട് ആപ്പിൾ, 1 ഡോട്ട് ആപ്പിൾ, അത് അതുപോലെ വന്നു. പ്രിന്റ് ln ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്, എന്താണോ ഡബിൾ കോഡ്സ് എഴുതിയിരിക്കുന്നത് അതുപോലെ പ്രിന്റ് ചെയ്തതിന് ശേഷം കേഴ്സർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നെക്സ്റ്റ് ലൈനിൽ വന്ന് നിൽക്കും. അപ്പൊ ഇപ്പൊ കേഴ്സർ ഇവിടെയാണ് നിൽക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, പ്രിന്റ് ln യൂസ് ചെയ്തിട്ട് 2 ഡോട്ട് മാംഗോ. സോ എന്ത് ചെയ്തു, ഇവിടെയാണ് കർസർ നിൽക്കുന്നത്, അവിടെ 2 ഡോട്ട് മാംഗോ എന്ന ഔട്ട്പുട്ട് നമുക്ക് കാണാൻ കഴിയും. അഗെയിൻ പ്രിന്റ് ln ഫംഗ്ഷനിൽ എന്ത് ചെയ്യും, ഒരു ലൈൻ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിൽ കേഴ്സർ വന്ന് നിൽക്കും. അപ്പൊ ഇപ്പൊ ഇവിടെയാണ് കേഴ്സർ നിൽക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു, പ്രിന്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത്, പ്രിന്റ് ആണ് പ്രിന്റ് ln അല്ല, പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് 1 ഡോട്ട് ആപ്പിൾ. സോ 1 ഡോട്ട് ആപ്പിൾ അതുപോലെ ഔട്ട്പുട്ടിൽ വന്നു. പ്രിന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്ത് പറ്റും, ആപ്പിൾ പ്രിന്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് പോകത്തില്ല. പ്രിന്റ് lnലാണെങ്കിൽ നെക്സ്റ്റ് ലൈനിലായിരിക്കും നെക്സ്റ്റ് ഔട്ട്പുട്ട് വരുന്നത്.
അപ്പോൾ ഇവിടെ തന്നെയാണ് കഴ്സർ നിൽക്കുന്നത്. നെക്സ്റ്റ് ലൈനിലേക്ക് വന്നില്ല, കാരണം പ്രിന്റ് എന്നല്ല, പകരം പ്രിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കഴ്സർ നിൽപ്പുണ്ട്. അടുത്തത് പ്രിന്റ്, സെയിം പ്രിന്റ് എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് 2.mango എന്ന് പ്രിന്റ് ചെയ്തിട്ടാണ്. സോ 2.mango എന്നുള്ളത് ആ സെയിം ലൈനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് പ്രിന്റ് ln ആൻഡ് പ്രിന്റ് എന്ന രണ്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ഞാനൊരു സ്ട്രിങ് പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഇനി ഇതേ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് എനിക്ക് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് സ്ട്രിങ്ങുകൾ അറ്റ് എ ടൈം കൺകാറ്റിനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റും. നമുക്ക് അതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻറ്റിജർ നമ്പർ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രിങ് എങ്ങനെ പ്രിന്റ് ചെയ്യുന്നതാണ് നോക്കിയത്. ഇനി നമുക്ക് ജാവ പ്രോഗ്രാം യൂസ് ചെയ്ത് ഒരു ഇൻറ്റിജർ നമ്പർ അല്ലെങ്കിൽ ഒരു ലിറ്ററലോ ഒരു വേരിയബിളോ ഇൻറ്റിജറോ ഡെസിമലോ, അതായത് നമ്പേഴ്സ് എങ്ങനെ പ്രിന്റ് ചെയ്യാം, വേരിയബിൾസ് യൂസ് ചെയ്ത് എങ്ങനെ പ്രിന്റിങ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇപ്പോൾ സെയിം ABC എന്നൊരു ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ലൈൻ നിങ്ങൾ നോക്കണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇനിയുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. ക്ലാസ്സിനുള്ളിൽ A എന്നൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. വേരിയബിളിന് കൊടുത്തിരിക്കുന്ന പേര്, ഐഡന്റിഫയറിന് കൊടുത്തിരിക്കുന്ന പേര് A എന്നാണ്. A എന്ന വേരിയബിൾ ആക്ച്വലി ഡബിൾ എന്ന ഡേറ്റ ടൈപ്പിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡബിൾ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട്. ഡേറ്റ ടൈപ്പ് ഡബിൾ എന്താണെന്ന് അറിഞ്ഞാത്തവര് ജാവയുടെ സെക്ഷനിൽ തന്നെ ഡേറ്റ ടൈപ്സിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് വരിക. സോ ഡേറ്റ ടൈപ്സ് ബേസിക്കലി ജാവയിൽ ഇന്റ്, ഫ്ലോട്ട്, ക്യാർ, സ്ട്രിങ്, ഡബിൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിലൊരു ഡേറ്റ ടൈപ്പാണ് ഡബിൾ എന്ന് പറയുന്നത്. ഇൻറ്റിജർ നമ്പർ തന്നെയാണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ തന്നെയാണ്. ഡബിൾ പ്രിസിഷൻ നമ്പേഴ്സ് ഉള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഡബിൾ എന്നുള്ള കീവേഡ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ എന്ന ഡേറ്റ ടൈപ്പിൽ ഞാൻ A എന്നൊരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. ആ A എന്ന വേരിയബിളിൽ ഞാൻ -10.6 എന്നൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഇനിഷ്യലൈസേഷനും ഡിക്ലെയറിങ്ങും ഒക്കെ വേരിയബിൾസ് എന്ന സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കാണുക. അപ്പോൾ A എന്ന ഒരു വേരിയബിൾ ഡബിൾ ഡേറ്റ ടൈപ്പിലുള്ളതാണ്, അതിലേക്ക് -10.6 എന്നൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കുകയാണ്. രണ്ടിലും ഞാൻ പ്രിന്റ് ln ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ln യൂസ് ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ച് റീസൺ ഇല്ല, പ്രിന്റ് ഫംഗ്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ln യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നെക്സ്റ്റ് ലൈനിൽ ഔട്ട്പുട്ട് വരും. അപ്പോൾ കാണാൻ കുറച്ചൊന്നും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും, ആ ഒരു വ്യത്യാസം മാത്രമല്ല, പ്രത്യേകിച്ച് വേറെ റീസൺസ് ഒന്നുമില്ല. സോ system.out.println എന്നുള്ളതിൽ ഔട്ട്പുട്ട് എഴുതി കാണിക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, system.out, അത് കമ്പൽസറി ആയിട്ട് എഴുതണം, ഓൾറെഡി പറഞ്ഞതുപോലെ. പ്രിന്റ് ln ഫംഗ്ഷനിൽ 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 5 എന്നുള്ള നമ്പർ എന്ത് ചെയ്യും, 5 എന്നുള്ള നമ്പർ അതുപോലെ ഔട്ട്പുട്ടിൽ നമുക്ക് കാണാൻ കഴിയും. 5. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാം, തൊട്ട് മുന്നേ നമ്മൾ പ്രിന്റ് lnനുള്ളിൽ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയ കണ്ടന്റ് അല്ലെങ്കിൽ ഡേറ്റ ഡബിൾ കോഡ്സിനുള്ളിലായിരുന്നു എഴുതിയിരുന്നത്. നമ്മൾ ഡബിൾ കോഡ്സിനുള്ളിൽ ആപ്പിൾ, അതുപോലെ മാംഗോ എന്നൊക്കെ നമ്മൾ എഴുതി. പക്ഷെ ഇവിടെ ഡബിൾ കോഡ്സ് ഇല്ല. ഒരു ഡൗട്ട് വന്ന് കാണും. വേറൊന്നുമല്ല, നമ്പർ ആയതുകൊണ്ടാണ് ഡബിൾ കോഡ്സ് ഉപയോഗിക്കാത്തത്. തൊട്ട് മുന്നേ നമ്മൾ കണ്ട എക്സാമ്പിളിൽ 1.apple, 2.mango, അതിൽ ആപ്പിൾ, മാംഗോ എന്നൊക്കെ ഉള്ളത്, അതുപോലെ ഡോട്ട് എന്നൊക്കെ ഉള്ളത് സ്ട്രിങ്ങിൽ വരുന്നതാണ്. സോ സ്ട്രിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുക്കാവും പ്രിന്റ് ചെയ്യണമെങ്കിൽ. അതേസമയത്ത് നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ ഡബിൾ കോഡ്സിന്റെ ആവശ്യം ഇല്ല, അത് മറന്നു പോരുത്. സോ ഇവിടെ 5 എന്നുള്ളത് ഒരു നമ്പർ ആണ്, അതിൽ സ്ട്രിങ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഡബിൾ കോഡ്സ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ വെറുതെ 5 എന്ന് കൊടുത്താൽ തന്നെ 5 ഔട്ട്പുട്ട് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് എന്ത് ചെയ്തു, ln ഫംഗ്ഷൻ യൂസ് ചെയ്തത് കൊണ്ട് ഇവിടെ നിൽക്കുന്ന കേഴ്സർ നെക്സ്റ്റ് ലൈനിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ കേഴ്സർ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇനി എന്തെങ്കിലും നമ്മൾ അടുത്ത് പ്രിന്റ് ചെയ്താൽ ഇവിടെ വരത്തുള്ളൂ, ഇവിടെ വരില്ല. സോ നെക്സ്റ്റ് ലൈനിൽ എഗെയിൻ എന്ത് ചെയ്തു, system.out.println A എന്ന് കൊടുത്തിരിക്കുകയാണ്. A എന്നുള്ളത് ആക്ച്വലി ഒരു വേരിയബിൾ ആണ്. ഈ സെയിം പ്രോഗ്രാമിൽ A എന്നൊരു വേരിയബിൾ ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ A എന്താണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, -10.6. സോ A എന്ന വേരിയബിളിൽ എന്താണോ കണ്ടന്റ് അങ്ങോട്ടേക്ക് പോകും, ആ കണ്ടന്റ് എന്താണോ അതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ -10.6 എന്നുള്ളതായിരിക്കും ഈ രണ്ട് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റിന് ശേഷമുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇൻറ്റിജർ നമ്പർ, ഇൻറ്റിജർ എന്നല്ല വേരിയബിൾസോ ലിറ്ററൽസോ ഒക്കെ ഡിസ്പ്ലേ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന ജാവ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. സിംപ്ലി ഡബിൾ കോഡ്സിന്റെ ആവശ്യമില്ല വേരിയബിൾസ്, ലിറ്ററൽസ് പ്രിന്റ് ചെയ്യുന്നതിന്. വേരിയബിളിന്റെ പേര് കൊടുക്കാം, വേരിയബിളിന്റെ പേര് കൊടുത്ത് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് രണ്ട് സ്ട്രിങ്ങുകളെ എങ്ങനെ കൺകാറ്റിനേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ സെയിം എക്സാമ്പിളിൽ പ്രിന്റിങ്ങിൽ മാത്രം ചെറിയ വ്യത്യാസം വരുത്തിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് പ്രിന്റിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, പ്രിന്റ് ln ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഐ ആം എ ഗുഡ് ഗേൾ. ആക്ച്വലി ഇത് എന്താണ്, ഐ ആം എന്നുള്ളത് അത് ഡബിൾ കോഡ്സിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്ന് വരും ഔട്ട്പുട്ട് സ്ക്രീനിലെ ഫസ്റ്റ് ലൈനിലെ ഐ ആം എന്ന് വരും. നെക്സ്റ്റ് ഒരു പ്ലസ് സിമ്പിൾ യൂസ് ചെയ്തിട്ടില്ലേ, ഇവിടെയും നിങ്ങൾക്ക് പ്ലസ് സിമ്പിൾ കാണാം, ഇവിടെ നിങ്ങൾക്ക് പ്ലസ് സിമ്പിൾ കാണാം. ആക്ച്വലി പ്ലസ് എന്നുള്ള സിമ്പിള് ജാവ പ്രോഗ്രാമിംഗിലെ കൺകാറ്റിനേഷൻ അല്ലെങ്കിൽ കോൺകാറ്റിനേഷൻ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ്. കോൺകാറ്റിനേഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് പ്ലസ്. വാട്ട് ഡു യു മീൻ ബൈ കോൺകാറ്റിനേഷൻ മീൻസ്
ഒരു സ്ട്രിങ് കാണും. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നെ ഐ ആം എന്നൊരു സ്ട്രിങ് ഉണ്ട്. ആ ഒരു സ്ട്രിങ്ങിന് ശേഷം തൊട്ടടുത്തതായിട്ട് എ ഗേൾ. ഓക്കെ, അപ്പോ ഇൻ എഫക്റ്റ് എന്ത് വരും? ഐ ആം എ ഗേൾ എന്നായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ്ങിനോടൊപ്പം വേറൊരു സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യാൻ, രണ്ട് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററിനെയാണ് കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അഡിഷൻ അല്ലെങ്കിൽ പ്ലസിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ജാവ പ്രോഗ്രാമിലെ ഒരു കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആണ്. എന്ന് കരുതി പ്ലസ് നമുക്ക് അഡിഷന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നില്ല. ഇതേ പ്ലസ് സിമ്പല് ഡബിൾ കോട്സിനുള്ളിലാണ് വന്നിരുന്നതെങ്കിൽ അത് അഡിഷൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സിമ്പൽ ആയിരുന്നേനെ. ഡബിൾ കോഡ്സിന് ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡബിൾ കോഡ്സിന് പുറത്താണ് പ്ലസ് എന്നുള്ള സിമ്പിൾ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഡബിൾ കോഡ്സ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്ത് അതിനുശേഷം പുറത്താണ് എന്ത് എടുക്കുന്നത്? പ്ലസ് സിമ്പിൾ. ഈ ഡബിൾ കോഡ്സും ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. സോ ഇൻ എഫക്റ്റ് ഈ പ്ലസ് എന്നുള്ള സിമ്പിൾ ഡബിൾ കോഡ്സിനുള്ളിൽ അല്ല കിടക്കുന്നത്. സോ അതുകൊണ്ട് എന്ത് പറ്റും? അങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ പ്ലസ് സിമ്പിൾ ഓർ പ്ലസ് അഡിഷൻ ഓപ്പറേറ്റർ വിൽ ആക്ട് ആസ് എ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ഇൻ ജാവ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ആം എന്നുള്ള ആദ്യം വരും. പ്ലസ് സിമ്പിൾ അടുത്ത സ്ട്രിങ്ങിനെ കൂടെ എന്ത് ചെയ്യും? ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യും. ഡബിൾ കോഡ്സിനുള്ള എ ഗേൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് എ ഗേൾ എന്നുപോലെ വരും. ഇപ്പൊ ഇൻ എഫക്റ്റ് എന്താണ്? ഐ ആം എ ഗേൾ എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പ്രിന്റ് ആകുന്നത്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, അടുത്ത സ്റ്റേറ്റ്മെന്റിലും പ്ലസ് സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഡബിൾ കോഡ്സിനുള്ളിലല്ല. സോ അവിടെയും അതൊരു കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ട് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, മറന്നു പോരുത്. അപ്പോൾ ഡബിൾ കോഡ്സിനുള്ളിൽ എന്താണുള്ളത്? നമ്പർ ഈക്വൽ ടു, അത് അതുപോലെ വരും. ഡബിൾ കോഡ്സിൽ എന്തുകൊണ്ട് നമുക്ക് അതുപോലെ ധൈര്യമായിട്ട് എഴുതാം. നമ്പർ ഈക്വൽ ടു ദെൻ പ്ലസ് സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഇനി എഴുതാൻ പോകുന്ന കാര്യം ഇവിടെ വരണം. അതാണ് ഇതിന്റെ അർത്ഥം. എ എന്നാണ് ഇട്ടിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്നൊരു വേരിയബിൾ ആണ്. ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം എ ഈസ് എ വേരിയബിൾ വെയർ വി സ്റ്റോർഡ് -10.6 as the value. സോ ആ വാല്യൂ എന്താണോ അത് അതുപോലെ വരും, -10.6. അപ്പോൾ പ്രോഗ്രാം കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് പ്രോഗ്രാം തീർന്നത് കൊണ്ട് ഔട്ട്പുട്ടും തീർന്നു. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിന്റെ ആൻസർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ലൈൻസ് ആയിരിക്കും. ഐ ആം എ ഗേൾ, നെക്സ്റ്റ് ലൈന് നമ്പർ ഈക്വൽ ടു -10.6. ഇത് ജസ്റ്റ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ ബന്ധങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി എഴുതിയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ പ്രിന്റ് എഫ് ഫംഗ്ഷൻ ആണ്. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പ്രിന്റ് എഫ് ഫംഗ്ഷൻ ആക്ച്വലി ഫോർമാറ്റഡ് സ്ട്രിങ്സ് പ്രിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ C++ലെ പ്രിന്റ് എഫ് ഫംഗ്ഷനും ജാവയിലെ പ്രിന്റ് എഫും സെയിം തന്നെയാണ്. സോ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ടു സി പ്രോഗ്രാം വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ പ്രിന്റ് എഫ് എന്ന ഫംഗ്ഷൻ പ്രിന്റ് സ്ട്രീം എന്ന ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജാവയിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിലാണ് പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഫോർമാറ്റ് സ്പെസിഫയർ എന്താണെന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഈ വീഡിയോയിലുണ്ട്. സോ ഇനി ഒന്നും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏതൊക്കെയാണ് ജാവയിലെ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയാം. %C പെർസെൻറ്റേജ് സിമ്പിളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. %C, %D, അതുപോലെ E എല്ലാ സ്മോൾ ലെറ്റേഴ്സാണ്, അത് മറന്നു വരുത്. CDEF IN OSUXT ദെൻ പെർസെൻറ്റേജ് സിമ്പിൾ ഒരു /%. ഇത്രയുമാണ് നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയറിന് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാത്തിനും മുന്നേ ഒരു പെർസെൻറ്റേജ് സിമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കണം, മറക്കരുത്. സോ %C എന്ന സിമ്പിളാണ് ഫോർമാറ്റ് സ്പെസിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ക്യാരക്ടർ പ്രിന്റ് ചെയ്യാനായിരിക്കും. ഇനി ഡെസിമൽ നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ, ഡെസിമൽ നമ്പർ മീൻസ് ബേസ് 10 ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. ഡെസിമൽ നമ്പർ എന്നോ ഇൻഡിജർ നമ്പർ എന്നോ പറയാം. പോയിന്റ് ഉള്ള നമ്പർ അല്ല, പോയിന്റ് ഉള്ള നമ്പറിന് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്നാണ് പറയുന്നത്. ഹോൾ നമ്പേഴ്സ്, ഇൻഡിജർ നമ്പേഴ്സ്, അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അത്രയും നമ്പേഴ്സ്. എഗെയിൻ ഈ 0 to 9 തന്നെ 1 മുന്നിലിടുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരും. 11, 12, 13, അതുപോലെ 20, 21 അങ്ങനെ. അതാണ് ഡെസിമൽ നമ്പേഴ്സ്. അത്തരത്തിലുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ, ഡെസിമൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക 2 ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ഉണ്ട് ആക്ച്വലി. %Dയും യൂസ് ചെയ്യാം, %Iയും യൂസ് ചെയ്യാം. ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ %F ആണ്. എക്സ്പോണൻഷ്യൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ %E യൂസ് ചെയ്യണം. അതുപോലെ ഒക്ടൽ നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ %O. ഒക്ടൽ നമ്പർ മീൻസ് ബേസ് 8 ആയിട്ടുള്ള നമ്പറാണ്. ബേസ് 8 എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4, 5, 6, 7 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. എഗെയിൻ 7ന് ശേഷം ഈ പറഞ്ഞ 0, 1, 2, 3, 4, 5, 6, 7ന് മുന്നേ 1 ഇട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് ഒക്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒക്ടൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ %O.
ദെൻ പെർസെൻറ്റേജ് എസ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിനാണ്. പെർസെൻറ്റേജ് യു വിൽ ബി അൺസൈൻഡ് ഇൻറ്റിജർ. പെർസെൻറ്റേജ് എക്സ് എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ നമ്പറാണ്. ഹെക്സാഡെസിമൽ നമ്പേഴ്സ് മീൻസ് ബേസ് 16 ഉള്ള നമ്പേഴ്സാണ്. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ശേഷം 10, 11, 12, 13, 14, 15 ഇല്ല. അതിന് പകരം ഹെക്സാഡെസിമലിൽ വരുന്നത് എ ബി സി ഡി ഇ എഫ് ഇത്രയും നമ്പേഴ്സാണ്. ഈ ഒരു നമ്പറുള്ള നമ്പർ സിസ്റ്റത്തിനെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജ് എക്സ് എന്ന ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യണം. Then percentage T is used to print formatted date or time. Date or time print ചെയ്യാനാണ്. പെർസെൻറ്റേജ് സിമ്പിൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഫോമാറ്റ് സ്പെസിഫയറിൽ പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ നോർമൽ പെർസെൻറ്റേജ് തമ്മിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് സിമ്പിൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ, പെർസെൻറ്റ് സൈൻ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ 2 പെർസെൻറ്റ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. പെർസെൻറ്റ് സിമ്പിൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ 2 പെർസെൻറ്റ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. കണ്ടാൽ മനസ്സിലാവും. പെർസെൻറ്റേജ് 2 സിമ്പൽ, മോഡിൻ്റെയൊക്കെ സിമ്പൽ. ദെൻ അടുത്തത് അതുപോലെ വേറൊരു സിമ്പലും യൂസ് ചെയ്യാം. ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത് സ്ലാഷ് പെർസെൻറ്റേജ്. സ്ലാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിവിഷൻ യൂസ് ചെയ്യുന്ന സിമ്പൽ അല്ല, ഇത് ബാക്ക് സ്ലാഷ് ആണ്. ബാക്ക് സ്ലാഷ് കീബോർഡിൽ ഈ സിമ്പൽ ഉണ്ട്. ബാക്ക് സ്ലാഷ് ദെൻ പെർസെൻറ്റേജ് സിമ്പൽ ഇട്ടാലും പേഴ്സൻറ്റ് സൈന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പ്രിൻറ്റ് LN ഫംഗ്ഷനിൽ ഒരു ലൈന് പ്രിൻറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് അതാണ് ആ പ്രിന്റ് LN ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജ്. ഇനി പ്രിന്റ് എഫ് ഫംഗ്ഷനിലും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ബൈ ഡീഫോൾട്ട് പ്രിന്റ് എഫിൽ അങ്ങനെ വരത്തില്ല. പകരം പ്രിന്റ് എഫ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലൈനിൽ എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമൽ C++ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? /n എന്ന ഒരു ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്താൽ മതി. /n എന്നോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് n എന്നോ കൊടുത്താൽ // ആണ്. /n അല്ലെങ്കിൽ പെർസെൻറ്റേജ് n എന്നുള്ള ഈ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ലൈനിൽ നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് പ്രിന്റ് എഫ് ഫംഗ്ഷൻ ഇൻ ജാവയിലെ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ആണ്. ജാവയിൽ നമ്മൾ പ്രിന്റ് എഫ് ഫംഗ്ഷനുള്ളിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ആണ്. /b സ്ലാഷ് എന്ന് പറയുന്നത് ഓൾറെഡി പറയുന്ന പോലെ ഡിവിഷന്റെ സ്ലാഷ് അല്ല, ബാക്ക് സ്ലാഷ് ആണ്. ബാക്ക് സ്ലാഷ് സ്മോൾ ലെറ്റർ b എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സ്പേസ് കൊടുക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. /f ഈസ് യൂസ്ഡ് ടു പ്രിന്റ് നെക്സ്റ്റ് ലൈൻ ഫസ്റ്റ് ക്യാരക്ടർ സ്റ്റാർട്ട്സ് ടു ദ റൈറ്റ് ഓഫ് കറന്റ് ലൈൻ ലാസ്റ്റ് ക്യാരക്ടർ. Then /r is used for carriage return and /t is used for tab. ഡബിൾ ബാക്ക് സ്ലാഷ് എന്ന് പറയുന്നത് ബാക്ക് സ്ലാഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് എസ്കേപ്പ് ക്യാരക്ടേഴ്സ്. നമ്മൾ നോക്കാം പ്രിന്റ് എഫ് ഫംഗ്ഷന്റെ. ഇപ്പോൾ ഇവിടെ ഇൻറ്റ് x = 10 എന്ന് പറഞ്ഞ് എക്സിൽ 10 എന്നുള്ള വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. x എന്നുള്ളൊരു വേരിയബിൾ ഇൻറ്റിജർ ടൈപ്പ് ആണ്. system.out.printf എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ളിൽ ഡബിൾ കോഡ്സിനുള്ളിൽ ആൻസർ ഈസ് എന്നുണ്ട്. സോ ഔട്ട്പുട്ടിൽ എന്തായാലും ആൻസർ ഈസ് എന്ന് വരും. അപ്പോൾ നമുക്ക് അത്രയും കൺഫേം ആക്കാം. ഔട്ട്പുട്ടിൽ എന്തായാലും ആൻസർ ഈസ് കോളൻ ഇത്രയും നമുക്ക് കാണാൻ പറ്റും. ഇനി പെർസെൻറ്റേജ് ഡി മീൻസ് ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റിജർ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് സ്പെസിഫയർ ആണ് പെർസെൻറ്റേജ് ഡി. സോ പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞിട്ട് 2 പെർസെൻറ്റേജ് ഡി ഉണ്ട്. ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ബ്രാക്കറ്റിന് ശേഷം x - x. സോ എക്സിന്റെ വാല്യൂ എന്താണോ അതിവിടെ വരും. -xന്റെ വാല്യൂ എന്താണോ അതിവിടെ വരും. അതിനാണ് ഈ പെർസെൻറ്റേജ് ഡി സിമ്പൽ യൂസ് ചെയ്യുന്നത്. സോ ആദ്യം x അല്ലേ, എക്സിന് എന്താണ് 10. ദെൻ അടുത്തത് -x ആണ് എടുത്തേക്കണം. -xന്റെ വാല്യൂ ആക്ച്വലി എന്താണ്? എക്സിന് 10 ആണെങ്കിൽ -x എന്ന് പറയുമ്പോഴത്തേക്കും -10 ആയിരിക്കും വാല്യൂ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 10 and -10 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പ്രിന്റ് എഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ C++ പ്രോഗ്രാമിൽ സെയിം യൂസ് തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ജാവ പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.